രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ രാജാതിരാജനായിരേഴു ലോകവും വാഴുന്ന രാമ രാമ വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരു ഹല്ലിക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. ആദ്യം തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോയാലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയില്ല, കാരണം നമ്മളിവിടെ വരുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാമായണവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ, അതായത് രാമായണവുമായി ഈ ക്ഷേത്രത്തിന് ഒത്തിരി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ അറിയുന്ന അറിവും പിന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞ ആ ഒരു ഇതും നമ്മൾ കേട്ടറിവെന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് പറയുന്നതായിരിക്കും. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ ശിവനെയാണ് രാമനാഥസ്വാമി എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ 2 ലിംഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നിനെ രാമലിംഗം എന്നും ഒന്നിനെ വിശ്വലിംഗം എന്നും പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമലിംഗം എന്ന് പറയുന്നത് സീത നിർമ്മിച്ച ലിംഗം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സീതാദേവി നിർമ്മിച്ച ലിംഗമാണ് രാമലിംഗം എന്ന് അറിയപ്പെടുന്നതും പറയപ്പെടുന്നതും. ഓക്കെ, അപ്പോൾ വിശ്വലിംഗം എന്ന് പറയുന്നത് ഹനുമാൻ കൊണ്ടുവന്ന് ഇവിടെ ഇതാക്കി എന്നാണ് അതുകൊണ്ടാണ് വിശ്വലിംഗം എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ പൂജ ചെയ്യുന്നത് ആദ്യം വന്നിട്ട് രാമലിംഗത്തെ പൂജിക്കും, അതിനുശേഷമാണ് വിശ്വലിംഗത്തെ പൂജിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഒരുപാടൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുരാണ കഥയായ നമ്മുടെ രാമായണത്തിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ രാമായണം ഇത് പ്രകാരം തന്നെ ശ്രീരാമൻ തൻ്റെ ഭാര്യയായ സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലങ്കയിലേക്ക് പോയപ്പോൾ രാവണൻ എന്ന അസുര രാജാവിനെ യുദ്ധത്തിൽ കൊന്നല്ലോ. അപ്പോൾ അതിനുശേഷമാണല്ലോ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി രാവണൻ പോയത്. അങ്ങനെ പോയ സമയത്താണ് എന്താ പറയുക, അങ്ങനെ ചെയ്ത സമയത്ത് ഒരു ദോഷമുണ്ടായിരുന്നു. ആ ഒരു ദോഷം ബ്രഹ്മഹത്യാ ദോഷം എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ ഒരു ദോഷം മാറിക്കിട്ടാനും ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ശിവനെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഒത്തിരി എനിക്കറിയില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ വന്നിട്ട് ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളിവിടെ അഗ്നിതീർത്ഥം ഉണ്ട്. അപ്പോൾ ഈ കടലിനെയാണ് നമ്മൾ അഗ്നിതീർത്ഥം എന്നാണ് കടൽ അറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഗംഗ യമുന എന്നൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഈ കടൽ അറിയപ്പെടുന്നത് അഗ്നിതീർത്ഥം എന്ന പേരിലാണ്. അപ്പോൾ ആ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം ഈറനോടെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 22 കിണറുകളുണ്ട്. അപ്പോൾ ആ 22 കിണറുകൾക്കും ഗംഗ യമുന അങ്ങനെ ഒത്തിരി പേരുകളുണ്ട്. എല്ലാ പേരും എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടേക്കുള്ള വീഡിയോ നമ്മളതിൽ എടുത്തിട്ടുമില്ല, കാരണം എല്ലാവരും ഈറിനായതുകൊണ്ട് തന്നെ മൊബൈലൊക്കെ നമ്മൾ എന്താ പറയുക കാറിൽ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിത് കൂടെ വരുന്ന സമയത്ത് നമ്മൾക്കിവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ ആ 25 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യൂ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ കിണർ കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയിട്ട് അവരിങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഓരോ കിണറുകളിലും 2-3 പേരുണ്ടാവും. അവരിങ്ങനെ നമ്മുടെ തലയിട്ട് വെള്ളം കോരി ഒഴിക്കും. അതാണ് ആ കുളി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 22 കിണറിലും നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ പാവങ്ങളും എല്ലാ ദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കിടക്കുന്ന സമയത്ത് ഒത്തിരി പേര് ഇവരുടെ ഫേക്കായിട്ടുള്ള ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. അതായത് ഒരാൾക്ക് 250 രൂപ 350 രൂപ അവർ ബക്കറ്റിൽ ഇങ്ങനെ വിടുന്ന വെള്ളം കോരി വെച്ചിട്ട് ആ വെള്ളം നമ്മുടെ മേലെ ചുമ്മാ തെളിച്ച് വിടും. അങ്ങനെ ആരും ചെയ്യാൻ നിൽക്കരുത്. അതിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഇതും ഉണ്ടാവത്തില്ല. നമ്മളിതിൻ്റെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയതിന് ശേഷം അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കുളിക്കാൻ, എന്നാലേ നമുക്ക് ആ ഒരു എന്താ പറയുക ഇത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ കുളിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ പുണ്യവും കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക. അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഇതാവണേക്കാട്ടിലും നല്ലത് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയിട്ട് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട്. പിന്നെ പറയപ്പെടുന്നത് ഇവിടുത്തെ 22 കിണറുകൾക്കും ആ കിണറിലുള്ള വെള്ളത്തിനും ഓരോ വ്യത്യസ്തമായ, അതായത് ഓരോ കിണറുകളിലുള്ള വെള്ളത്തിനും ഓരോ വ്യത്യസ്തമായ രുചികളാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ
ഒത്തിരി എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്നതുമായ ഒത്തിരി എന്താ പറയുക തൂണുകൾ. ഈ ഒരു തൂണുകളെക്കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എന്താ പറയുക ആ ഓരോരോ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. പക്ഷേ ഒരുപാട് മനോഹരമായ തൂണുകളും ശില്പങ്ങളാണ് കേട്ടോ. ഓരോ തൂണിലും അല്ലെങ്കിൽ അവർ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ അത്ര ഇതാ കണ്ടോ, ഒത്തിരി സൂക്ഷ്മതയോടുകൂടി നമ്മൾ അത്രയും ഇതായി നോക്കിയാൽ മാത്രമേ നമുക്കത് കാണാനും വായിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് മനോഹരമായ ഒരു ഇതാണ് ഇവിടെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വിവിധ രാജവംശങ്ങളിലെ പാണ്ഡ്യർ, ചോളർ, നായക്കർ അങ്ങനെ ഒത്തിരി ഒത്തിരി രാജവംശത്തിൽപ്പെട്ട ഒത്തിരി ആൾക്കാർ കൂടി ചേർന്നാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകൾ ഉള്ളതാണ് ഇവിടുത്തെ ഓരോ തൂണുകൾക്കും. ഓരോ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോരോ വർക്കുകൾക്കും അത്രയ്ക്ക് മനോഹരം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വരാൻ തോന്നില്ല. അത്ര കണ്ടോ, അത്ര മനോഹരമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ വർക്ക്. പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തരുന്നുണ്ടായിരുന്നു. നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറയില്ലേ, ഒത്തിരി ഭക്തിശാന്തമായ നിറഞ്ഞ ഒരു അന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ ഒരു ഭയങ്കര ഭക്തിശാന്തമായിട്ടും പിന്നെ എന്താ പറയുക, അത്രയ്ക്കൊരു എന്തോ ഒരു പവർഫുൾ ഒരു ഫീൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഓരോ മന്ത്രങ്ങളും പിന്നെ അവിടുത്തെ മണിനാദങ്ങളും പിന്നെ എന്താ പറയുക ഈ ശംഖ് ആൾക്കാർ ഇതാവുന്നതും ആ ഒരു ഇതിൻ്റെയൊക്കെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു എന്താ പറയുക ഒരു ആത്മീകമായ അങ്ങനത്തെ ഒരു അനുഭവമാണ് നമുക്കിവിടെ നിന്ന് ഫീൽ ചെയ്തത്. നമ്മളിവിടെ വരുന്നതിന് സമയത്ത് നമുക്കിവിടെ വരാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ എല്ലാ തടസ്സങ്ങളും മാറ്റി ഭഗവാൻ നമ്മളെ ഈ മണ്ണിൽ കാല് കുത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രം വിചാരിച്ചതാണെന്നാണ് അതായത് നമ്മൾ പറയാറില്ലേ, നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ നമുക്ക് എവിടെ എത്തണം എന്നുണ്ടെങ്കിൽ. നമ്മൾ എവിടെ വരണം എന്നുണ്ടെങ്കിലും ഭഗവാൻ കൂടെ വിചാരിക്കണം. അതായത് നമ്മൾ എനിക്ക് അവിടെ പോകണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം അതിൽ ഒത്തിരി തടസ്സങ്ങൾ നമുക്ക് വരാറുണ്ട്. പൊതുവേ എല്ലാവർക്കും അത് അനുഭവമായിരിക്കും. അതേപോലെ നമുക്കും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഇത് മാറ്റി ഇത്രയും പുണ്യസ്ഥലത്ത് നമ്മളെ കാല് കുത്തിച്ച് അത് ദൈവം തന്നെയാണെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി. ദൈവമില്ലാതെ ഒന്നുമില്ലെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളോട് എല്ലാവരോടും പലപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുന്നതും എന്ത് ഇതുണ്ടെങ്കിലും നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവർക്കും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക, നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മുന്നിലോട്ട് തന്നെ കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക. കാരണം എന്താ പറയുക, അത്രയ്ക്ക് മനോഹരമായ ഒരു ക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. പിന്നെ ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എന്ത് പാവങ്ങളുണ്ടെങ്കിലും മാറാനും, ഇവിടെ കാല് കുത്തിയാൽ തന്നെ നമ്മുടെ എല്ലാ പാവങ്ങളും മാറി, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളും മാറി നമുക്ക് നല്ലൊരു ഇത് കിട്ടും എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. അത് നമുക്ക് പൊതുവേ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വരാത്തവർ ഉറപ്പായിട്ടും വരാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ എന്താ പറയുക കർത്തവാവില്ലേ, കർത്തവാവിൻ്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ശാർദം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് രാമേശ്വരം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ റൂം കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരേണ്ടവർ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.